ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചനധ്യാനം ക്ലാസ് 53. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായം 12 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ 13-ാമത്തെ വചനം മാത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ജെറുസലം ദേവാലയത്തിൽ പത്രോസ് നടത്തിയ പ്രസംഗമാണ് 3-ാമത്തെ അധ്യായം 13 മുതൽ 26 വരെ. അതിൽ 3:13 കാണുന്നത് നമ്മൾ ശ്ലൈഹിക കെരിഗ്മ എന്ന് പറയുന്ന സംഗതിയാണ്. ശ്ലൈഹിക കെരിഗ്മ ചിലപ്പോൾ നമ്മൾ തിരുവുത്ഥാന കെരിഗ്മ എന്നും കേൾക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്താണ് ഈ ശ്ലൈഹിക കെരിഗ്മ എന്ന് പറഞ്ഞാൽ? കെരിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്ലൈഹിക കെരിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്ക് പ്രത്യേകിച്ചും കരിസ്മാറ്റിക് വൃത്തങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എന്താണ് ഈ കെരിഗ്മ എന്ന് പറഞ്ഞാൽ? നമുക്ക് ആ തിരുവചനം ആദ്യം കേൾക്കാം. നമ്മൾ 11 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്നാലും 11 തൊട്ട് നമ്മൾ വീണ്ടും വായിക്കുകയാണ്. 11 തൊട്ട് 13 വരെ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം വിസ്മയം പൂണ്ട് സോളമൻ്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഇത് കണ്ട പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ എന്തിന് ഇതിൽ ആശ്ചര്യപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് എന്ത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവന് വിട്ടയക്കാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറയുകയും ചെയ്തു. ഇത്രയാണ് ഇതിലത്തെ വാക്കുകളുടെ അനാലിസിസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നൊരു പൊതു ആമുഖം ഇതിനെക്കുറിച്ച് കാണാം. പത്രോസിൻ്റെ ദേവാലയ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ വരികളാണ് ഈ തുടക്കം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ശ്ലീഹന്മാരുടെ നടപടി 3:13. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ കണ്ടു. 2-ാമത്തെ അധ്യായം പത്രോസിൻ്റെ പെന്തക്കോസ്ത് പ്രസംഗം 2-ാമത്തെ അധ്യായം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടാണ് നമ്മളത് ധ്യാനിച്ചത്. അതെങ്ങനെയാണ് ആരംഭിച്ചത്? ജോയേൽ പ്രവാചകൻ്റെ പ്രവചനത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പത്രോസ് പെന്തക്കോസ്ത് പ്രസംഗം ആരംഭിച്ചത്. ഇവിടെ ഈ ദേവാലയത്തിലെ പ്രസംഗം ആരംഭിക്കുന്നത് നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 15-ാം വാക്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. മോശയെ പോലുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ഞാൻ നൽകും. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ 2 പ്രവചനങ്ങളുടെ പൂർത്തീകരണം, യോവേൽ പ്രവാചകന്റെ പൂർത്തീകരണം പെന്തക്കോസ്തയിൽ, നിയമാവർത്തന പുസ്തകം 18-15 പറഞ്ഞിരിക്കുന്ന ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഈ ദേവാലയ പ്രസംഗത്തിൽ. അപ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ ശ്ലൈഹിക കെരിഗ്മയുടെ ഊന്നൽ, അതിൻ്റെ എംഫസിസ്, അപ്പസ്തോലിക് കെരിഗ്മയുടെ ഊന്നൽ ഗ്രഹിക്കാൻ ഈ 2 പ്രസംഗങ്ങളും എടുത്തുപയോഗിച്ചിരിക്കുന്ന പഴയ നിയമ പാഠങ്ങൾ സഹായിക്കും. യോവേൽ പ്രവാചകന്റെയും നിയമാവർത്തനം 18-15 നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. പ്രധാനമായിട്ടും ഈ ദേവാലയ പ്രസംഗത്തിൻ്റെ ഒരു രക്തചുരുക്കം പറഞ്ഞാൽ, യുഗാന്തം വന്നു കഴിഞ്ഞു. ലോകാവസാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ലോകാവസാനത്തിലാണ്. അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ, മനുഷ്യാവതാരം, അത് കഴിഞ്ഞ് അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ മുതൽ ഈ അവസാനം ആരംഭിച്ചു കഴിഞ്ഞു. ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് ലോകാവസാനത്തിലാണ്. അവസാന നാളുകൾ എന്ന് പറഞ്ഞിട്ടാണ് യോവേലിൻ്റെ പ്രവചനം. ആ അവസാന നാളുകൾ സംഭവിക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ചെന്നാണ് പെന്തക്കോസ്തയിൽ പറഞ്ഞത്. അപ്പോൾ യുഗാന്തം വന്നു കഴിഞ്ഞു. ഈശോയുടെ ജനനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനെ വർഷിക്കല്, അതോടുകൂടി യുഗാന്തം, ലോകാവസാനം വന്നു കഴിഞ്ഞു. ലോകാവസാനം ഒരു പ്രക്രിയയാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം തൊട്ട് അവൻ്റെ ദ്വിതീയ ആഗമനം വരെയുള്ള കാലയളവിനെയാണ് ലോകാവസാന കാലയളവ് എന്ന് പറയുന്നത്. ഈ ലോകാവസാന കാലയളവിൽ പ്രവചന വരത്തിന് വേറൊരു അർത്ഥമുണ്ട്. പഴയ നിയമത്തിലെ അർത്ഥമല്ല പുതിയ നിയമത്തിൽ. പ്രവചന വരം പുതുക്കപ്പെടുകയാണ്. ഇത് പുതിയ നിയമം പൂർത്തീകരണത്തിൻ്റെ പുസ്തകമാണ്. പഴയ നിയമമാണ് പ്രവചനങ്ങളുടെ, വാഗ്ദാനങ്ങളുടെ പുസ്തകം. അപ്പോൾ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു പുതിയ നിയമത്തിൽ. അപ്പോൾ വീണ്ടും പ്രവചിക്കേണ്ട കാര്യമില്ല. പ്രവചനങ്ങളെല്ലാം പഴയ നിയമത്തിലല്ലേ? ആ പ്രവചനങ്ങളെല്ലാം കർത്താവ് പൂർത്തീകരിച്ചില്ലേ? അപ്പോൾ പുതിയ നിയമത്തിൽ പ്രവചനവരം എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചിക്കുന്നതല്ല, അത് മാറി. പ്രവചനവരത്തിന് തന്നെ ഒരു മാറ്റം വന്നു. എന്താണ് പുതിയ നിയമത്തിൽ പ്രവചനവരം എന്ന് പറയുന്നത്? യേശുവിൻ്റെ സുവിശേഷം ശരിയായി വ്യാഖ്യാനിക്കുന്നതാണ് നവീകരിക്കപ്പെട്ട പ്രവാചകത്വം. യേശുവിൻ്റെ സുവിശേഷം ശരിയായി വ്യാഖ്യാനിക്കുക, വിശേഷിച്ചും ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ച് സുവിശേഷം വ്യാഖ്യാനിക്കുക, ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിച്ച് സുവിശേഷം വ്യാഖ്യാനിക്കുക. ഞാൻ ഈ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില അച്ഛന്മാരും പിന്നെ അൽമാരും ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്,
താൻ അവിടെ ഇരുന്നുകൊണ്ടല്ലേ പ്രസംഗിക്കണേ, ഇവിടെ വന്ന് ഈ പള്ളിയിൽ ഇരിക്കൂ. അവിടെ ഒന്ന് പള്ളിയിൽ ഇരിക്കാനായിട്ട് മെത്രാൻസ് വിളിച്ചാൽ അപ്പം അന്നേരം വരും, ഞാൻ അവിടെ ഇരിക്കും ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ അതാണോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം? അതാണോ? എല്ലാവരും ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കേണ്ടവരല്ലേ? ഞാൻ 10-14 രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് ഇല്ലേ, അത് കർത്താവിനെ ഏൽപ്പിച്ചതല്ലേ? അങ്ങനെയുള്ളവരെയാണ് ഇല്ലേ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പോയി സുവിശേഷം സഞ്ചരിച്ച് സുവിശേഷം വ്യാഖ്യാനിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പുതിയ നിയമം പറയുന്നത്. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം വ്യാഖ്യാനിക്കുന്നവരെയാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അവൻ സഭ സ്ഥാപിച്ചുന്ന ആ പ്രവാചകന്മാർ എന്ന് പറയുന്നത് പൗലോസിനെ പോലെ സുവിശേഷം പ്രസംഗിച്ചവരാ. പൗലോസ്ലീഹ യാത്ര ചെയ്ത് 23,000 കിലോമീറ്റർ യാത്ര ചെയ്ത് തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. തെളിവ് അതിനേക്കാൾ കൂടുതൽ പുള്ളി യാത്ര ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഭൂമിക്ക് ഒരു പ്രാവശ്യം വലയം ചെയ്യുന്നതിന് അത്ര 42,000 കിലോമീറ്റർ പൗലോസ് യാത്ര ചെയ്തു എന്നാണ്. കാരണം നമുക്ക് കിട്ടിയ തെളിവുകളെല്ലാം കൃത്യം തെളിവുകളാണ്. അതിനേക്കാൾ കൂടുതലാണ് പുള്ളി യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരെയാണ്, സുവിശേഷം വ്യാഖ്യാനിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. ഇതാണ് നവീകരിക്കപ്പെട്ട പ്രവാചകത്വം. ഇതാണ് ഒന്നാമത്തെ പത്രോസ് പറയുന്ന ഒരു പോയിന്റ്. രണ്ടാമത്, ഇങ്ങനെ പുതുക്കപ്പെട്ട പ്രവചനത്തിൽ നാം കേൾക്കുന്നത് കാത്തിരുന്ന മിശിഹായുടെ സ്വരമാണ്. അതായത് മോശയേക്കാൾ വലിയ പ്രവാചകന്റെ സ്വരം. മോശയേക്കാൾ വലിയ പ്രവാചകൻ. എന്താണ് ഈ മോശയേക്കാൾ വലിയ പ്രവാചകൻ? അത് നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കും, അടുത്ത ക്ലാസ്സിൽ കാണും. അപ്പോൾ മോശയേക്കാൾ വലിയ പ്രവാചകൻ വന്നു കഴിഞ്ഞു. മോശയേക്കാൾ വലിയ പ്രവാചകനാണ് യേശു. എന്താണ് ഈ മോശയേക്കാൾ വലിയ പ്രവാചകൻ എന്ന വാക്കിന് അർത്ഥം? നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ പ്രസംഗിക്കുന്ന ലക്ഷ്യം എന്താണ്? ഈ സ്ലൈഹിക് കെരിഗ്മയുടെ ലക്ഷ്യം എന്താണ്? ശ്രോതാക്കളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുക. മിശിഹായുടെ സ്വരം. അപ്പോൾ ഈ സ്ലൈഹിക കെരിഗ്മ എന്താണെന്ന് നമുക്കൊന്ന് ഇച്ചിരി കൂടി വിശദമായിട്ട് കാണാം. ഞാൻ എൻ്റെ ഫോക്കസാണ് പറഞ്ഞത്, കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. ഈ സ്ലൈഹിക കെരിഗ്മ, അപ്പസ്റ്റോലിക് കെരിഗ്മ, വാസ്തവത്തിനകത്ത് 6 ഘടകങ്ങളാണ് ഈ കെരിഗ്മയിലുള്ളത്. അപ്പസ്റ്റോലിക് കെരിഗ്മ എന്ന് പറയുന്ന സ്ലൈഹിക് കെരിഗ്മയിൽ 6 ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭൗമിക ജീവിതമാണ്. മൂന്നാമത്തത് അവൻ്റെ മരണം. 4 അവൻ്റെ ഉത്ഥാനം. 5 അവൻ്റെ സ്വർഗാരോഹണം. 6 പശ്ചാത്താപത്തിനുള്ള ആഹ്വാനം. ഇങ്ങനെ 6 ഘടകങ്ങൾ ചേരുമ്പോൾ അതിനെയാണ് ശ്ലൈഹിക കെരിഗ്മ എന്ന് പറയുന്നത്. ഈ ശ്ലൈഹിക കെരിഗ്മയിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? തിരുവുത്ഥാനമാണ്. അതാണ് അതിൻ്റെ അടിത്തറ. അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിനെ ഉത്ഥാന കെരിഗ്മ, തിരുവുത്ഥാന കെരിഗ്മ എന്ന് പറയും, റെസുറക്ഷൻ കെരിഗ്മ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ കാര്യം വെച്ച് പറഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്താണ്? അതാണ് തിരുവുത്ഥാന കെരിഗ്മ. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് തിരുവുത്ഥാനമാണ്, കർത്താവിൻ്റെ തിരുവുത്ഥാനം. ഇത് വളരെ പ്രസക്തമായിരിക്കുന്ന കാരണം എന്താണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതിയാണ് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. അത് കപട മതേതരവാദികൾ പറയുന്നതാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. വിശേഷിച്ച് ഒരു മതവും അതിൻ്റെ മതസ്ഥാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. മനുഷ്യ ചരിത്രത്തിൽ ഒരൊറ്റ ആളാണ് മരിക്കുകയും മരിച്ചവരെ ഉയർക്കുകയും ചെയ്തത്. അത് വെൽ ഡോക്യുമെന്റഡ്. കർത്താവിന്റെ ഉത്ഥാനം വെൽ ഡോക്യുമെന്റ്, മോസ്റ്റ് ഡോക്യുമെന്റഡ് ഇവന്റ് ആണ് അല്ലേ? അത്രമാത്രം രേഖകളും സാക്ഷികളുമുള്ള ഒരു സംഭവമാണ് യേശുവിന്റെ ഉത്ഥാനം. ആ ഉത്ഥാനത്തെ പാടെ നിഷേധിച്ചുകൊണ്ടാണ് മറ്റൊരു മതം വന്നത്. അപ്പോൾ അതെങ്ങനെ ഒരുപോലെ എല്ലാ മതവും ഒരുപോലെ ആവണേ? അതുപോലെ തന്നെ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട മറ്റൊരു മതസ്ഥാപകന്റെ പേര് പറയൂ. അപ്പം എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയല്ല. അപ്പം ഈ തിരുവുത്ഥാന കെരിഗ്മ എന്ന് പറയുന്നത് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, പ്രത്യക്ഷപ്പെട്ടു. ഈ തിരുവുത്ഥാനത്തിന് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ബ്രേക്കിംഗ് ന്യൂസ്, അതാണ് തിരുവുത്ഥാന കെരിഗ്മ. ശ്ലൈഹിക കെരിഗ്മയിൽ ഞാൻ പറഞ്ഞ 6 പോയിന്റുകളാണ്. പത്രോസും പൗലോസും എല്ലാവരും ഈ ശ്ലൈഹിക കെരിഗ്മ അവതരിപ്പിക്കാൻ ഇതേ ഘടനയാണ് ഉപയോഗിച്ചത്. ഇതേ ഘടന ഒരേപോലെയാണ്. കെരിഗ്മ എന്ന വാക്ക്, കെറൂസോ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക്. പ്രൊക്ലമേഷൻ, അടിയന്തരമായിട്ടുള്ളൊരു അറിയിപ്പ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെണ്ട കൊട്ടിയായിട്ട് ഗ്രാമങ്ങളിൽ അല്ലേ വന്നിട്ട് അറിയിക്കും, രാജകൽപ്പന. അതുപോലത്തെ ഒരു രാജകൽപ്പന അറിയിക്കൽ, അടിയന്തരമായ സന്ദേശം അറിയിക്കലാണ് കെരിഗ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അടിയന്തര സന്ദേശം? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കണം. അതായത്
ഈ ഈ കെരിഗ്മയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ നിങ്ങൾ അവനെ കൊന്നു, എന്നാൽ നമ്മുടെ കർത്താവ് അവനെ ഉയർപ്പിച്ചു. പത്രോസിന്റെ ദേവാലയ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നതാണ് നസ്രത്തിലെ യേശു എന്ന മിശിഹായോടുള്ള ദൈവപിതാവിൻ്റെയും ദൈവജനത്തിൻ്റെയും പ്രതിസ്പന്ദം. എന്താണ് ദൈവപിതാവ് ചെയ്തത്? ദൈവം തന്നെയായ പുത്രനെ, ഇല്ലേ, ദൈവം തന്നെയായ പുത്രനാണ്, അവൻ മനുഷ്യനായി വന്നു. ആ യേശു മനുഷ്യനായി വന്ന് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ ദൗത്യം ഏറ്റെടുത്ത് ജനത്തിന് പാവപരിഹാരം ചെയ്തു. അത് പിതാവ് പുത്രനോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. പുത്രൻ അത് ചെയ്തു കഴിയുമ്പോൾ, പിതാവിന്റെ കൽപ്പന ചെയ്തു കഴിയുമ്പോൾ, പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തി ഭരണം, ഈ ലോകത്തിന്റെ ഭരണം പുത്രനെ ഏൽപ്പിക്കുന്നു. ഇതാണ് ദൈവം ചെയ്തത്. ഇതാണ് കെരിഗ്മയുടെ ആദ്യ ഭാഗം. ദൈവം എന്താണ് യേശു ക്രിസ്തുവിൽ ചെയ്തത്? ദൈവം സുവിശേഷം പ്രഘോഷിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അവനെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് അവൻ ഏൽപ്പിച്ചു. അവൻ അത് ചെയ്തു. പുതുജീവൻ കൊടുത്തു. പുതിയ ജനസിലുള്ള ജീവൻ, അതായത് മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച് തൻ്റെ വലത് ഭാഗത്ത് ഇരുത്തി ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണം പുത്രനെ ഏൽപ്പിക്കുന്നു. ഇതാണ് ദൈവം ചെയ്തത്. അതാണ് ഈ സ്ലൈഹിക് കെരിഗ്മയിൽ ദൈവം ചെയ്ത കാര്യം പറയുന്നത്. ദൈവജനം എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ ജനം തങ്ങൾ അടുക്കലേക്ക് അയക്കപ്പെട്ടത് ദൈവപുത്രാണെന്ന സത്യം തിരിച്ചറിയുകയോ തിരിച്ചറിഞ്ഞെങ്കിലും അംഗീകരിക്കുകയോ ചെയ്യാതെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണം ഇനി ദൈവജനം? അവർ പശ്ചാത്തപിക്കണം. തങ്ങൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഈ രക്ഷകനെ, ദൈവം തൻ്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്ന ആ രക്ഷകനെ സ്വീകരിക്കണം. ഇത് സംസാരിക്കുന്നതിനെയാണ് കെരിഗ്മ എന്ന് പറയണേ. ഇത് ലോകത്തോട് പറയുന്നതിനെയാണ് കെരിഗ്മ എന്ന് പറയണേ. ഇതാണ് എൻ്റെ ഉള്ളടക്കം. നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇത് നമ്മൾ ശക്തമായി പറയേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ആളുകളൊക്കെ ഈ എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ ഒരു മടി കാണിക്കാത്തൊരു കാലയളവിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളാവും, മതാധ്യാപകരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും ഈ കാര്യത്തിന് ഊന്നൽ കൊടുത്ത് സംസാരിച്ചാലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ തനിമ, ആ വിശ്വാസത്തിൻ്റെ ഒരു തനത് സ്വഭാവം, അന്യാദൃശ സ്വഭാവമുണ്ട് നമ്മുടെ വിശ്വാസത്തിന്, അത് നിലനിൽക്കുകയുള്ളൂ. അത് നിലനിൽക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഈ കാലയളവിൽ ഏറ്റവും ശക്തമായി അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് കെരിഗ്മ, സ്ലൈഹിക കെരിഗ്മ ഏറ്റവും ഊന്നി പറയേണ്ട ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചെയ്യാൻ, അത് ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.